ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പടക്കളം പോയി ഫസ്റ്റ് സിനിമ തന്നെ കണ്ടേ, മറ്റാണ് ലൗലി കണ്ടത്. അപ്പോൾ പടക്കുളത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ പടക്കളത്തിനെ വെച്ച് പറയുകയാണെങ്കിൽ കിടിലം പടം. നിങ്ങൾ ടിക്കറ്റ് എടുക്കുക, പോയി കാണാം. നിങ്ങൾക്ക് അതായത് കോമഡി എല്ലാം ഉണ്ട്. ചിരിച്ച് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. അല്ലെങ്കിൽ ഒ ടി ടി വെയിറ്റ് ചെയ്യണവർക്ക് ഒ ടി ടിന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒ ടി ടി ആയാലും തിയേറ്ററിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സത്യമായിട്ട് അങ്ങനത്തെ ഒരു പടമാണ്. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് കാണണം. കാരണം നല്ല പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാം. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ നല്ല കോമഡി പടങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലൗലി പോലത്തെ പടങ്ങളൊക്കെ കാണേണ്ട അവസ്ഥയായിരിക്കും. ഈ പടമൊക്കെ വരുമ്പോൾ പോയി കാണാം. നല്ല പടങ്ങൾ വരുമ്പോൾ തിയേറ്ററിൽ പോയി കാണാം. അത് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ കുറേ റിവ്യൂകാരുണ്ട്, അവരൊക്കെ റിവ്യൂ എടുത്ത് നോക്കാം. ഇതിനെക്കുറിച്ച് എനിക്ക് മിക്കൊരു നല്ല അഭിപ്രായം പറയാം. ആർക്കങ്ങനെ ഇഷ്ടപ്പെട്ട കോമഡി ഉണ്ട്, നല്ലോണം കോമഡി ഉണ്ട്, കണ്ടൻറ്റ് നല്ലതാണ്. മറ്റേ സർഫുദി അതൊക്കെ നല്ല രസമായിട്ട് തന്നെ എടുത്ത് കിടലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെഞ്ഞാറുമൂടൊക്കെ എൻ്റെ ദൈവമേ, അങ്ങേരുടെ കോമഡിക്ക് കുറേ നാളിങ്ങനെ കാണാണ്ട് പെട്ടെന്ന് കണ്ടപ്പോഴേ നല്ലോണം ചിരിക്കുക. തിയേറ്ററിൽ പോയി കാണാം. കാരണം വെച്ചാൽ ഈ കോമഡി പടങ്ങളൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സുഖം വേറെയാണ്. നമ്മൾ ആക്ഷൻ പടങ്ങൾ പോയി കാണൂലേ, അതുകൊണ്ട് ഈ പടങ്ങൾ പോയി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതായത് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ നല്ല പടങ്ങൾ കിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി കണ്ടില്ലെങ്കിൽ നഷ്ടമായേനെ. കാരണം എനിക്ക് ഈ സിനിമയൊക്കെ കാണാം, അല്ലെങ്കിൽ മറ്റേ സിനിമകളൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ഈ നാട്ടിലിപ്പോൾ വന്നപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സിനിമയൊക്കെയാണ് കയറി. എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ കയറി. ഇനി അടുത്ത ദിവസം ഇനി വേറെ പടം കാണണം. ഈ അടുത്ത ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായില്ല, അത് പോയി കാണണം. അത് കഴിഞ്ഞ് ജൂൺ 5 അങ്ങനെ കുറേ കിടിലം പടങ്ങൾ ഞാൻ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ പോയി കാണണം. നമ്മുടെ ആസിഫ് അലിയുടെ സിനിമ അതെന്തായാലും പോയി കാണണം. അതും നല്ല ഇതാണെന്ന് കേട്ടത്, കണ്ടിട്ട് പറയാം. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എന്നിട്ട് ചാനലിൽ അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.